Hi, good morning all. ഇന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ വരുന്ന ഒരു ക്ലാസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കട്ട് ചെയ്യാനും കോപ്പി ചെയ്യാനും പേസ്റ്റ് ചെയ്യാനൊക്കെ പഠിച്ചായിരുന്നു അല്ലേ? അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കമാൻഡും കൂടി വരുന്നുണ്ട്. അതിന്റെ പേരാണ് പ്രീ ട്രാൻസ്ഫോം ടൂൾ എന്ന് പറയും. നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്കുകളെല്ലാം പർട്ടിക്കുലർ ടൈപ്പ് മാനിപ്പുലേഷൻ വർക്കുകളാണ്. അതായത് ഒരു ഫോട്ടോയിൽ നിന്നും ഒരു ക്യാരക്ടറിനെ കട്ട് ചെയ്ത് വേറൊരു ഡിസൈനിലേക്ക് കൊണ്ടിടുക. പിന്നെ അതിനുശേഷം അതുപോലെ തന്നെ വേറൊരു ഫോട്ടോ ഓപ്പൺ ചെയ്യുക, അതിൽ നിന്ന് ഇതുപോലെ തന്നെ നമ്മൾ ഒരു ഇമേജ് കട്ട് ചെയ്ത് ആ ഒരു ഡിസൈനിലേക്ക് ഇടുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസൈനിങ്ങിൽ ചെയ്യുന്നത് തന്നെ. ആ ഒരു സമയത്ത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഫ്രീ ട്രാൻസ്ഫോം ടൂൾ എന്ന് പറയുന്നത്. സോ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അതായത് ഫ്രീ ട്രാൻസ്ഫോം ടൂൾ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മളൊരു ഇമേജിനെ സ്കെയിൽ ചെയ്ത് വലുതാക്കാനും ചെറുതാക്കാനും അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ, മൂവ് ചെയ്യാൻ, അങ്ങനെയുള്ള ട്രാൻസ്ഫോം കമാൻഡുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രീ ട്രാൻസ്ഫോം ടൂൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കൊന്ന് നോക്കാം എവിടെയാണ് ഫ്രീ ട്രാൻസ്ഫോം ടൂൾ കിടക്കണമെന്നും എങ്ങനെയാണ് ഫ്രീ ട്രാൻസ്ഫോം ടൂൾ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഞാനിപ്പോൾ ഒരു ഇമേജ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിൽ നിന്നൊരു ഏരിയ കട്ട് ചെയ്തെടുക്കുകയാണ്. എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു. സോ നിങ്ങൾക്കറിയാവുന്ന സെലക്ഷൻ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇമേജ് കിട്ടുവാണെങ്കിൽ ആ ഇമേജിന് ആപ്റ്റായിട്ട് എങ്ങനെ സെലക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ആ കാര്യം ആദ്യമേ നോക്കുക. അതിനുശേഷം അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെലക്ഷൻ ടൂൾ എടുക്കുക, ദെൻ സെലക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനത്തെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ സെലക്ട് ചെയ്യുവാണ്. സോ സൂമിന് സൂം ഔട്ട് എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വേണം ചെയ്യാൻ. ഓക്കെ, ഞാൻ ഒത്തിരി ടൈം എടുക്കുന്നില്ല. നല്ല രീതിയിൽ സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. സോ ഞാൻ ഒത്തിരി ടൈം എടുക്കുന്നില്ല. ഒത്തിരി ടൈം എടുത്തു കഴിഞ്ഞാൽ ക്ലാസ് നീണ്ടുപോകും. സോ ഇതുപോലെ ഞാനൊരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്തു. ദെൻ അതിനുശേഷം കോപ്പി ചെയ്യുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്യുകയോ ചെയ്യുക. കോപ്പി അല്ലെങ്കിൽ കട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? സെലക്ഷൻ ക്രിയേറ്റ് ചെയ്ത ശേഷം ഇവിടെ എഡിറ്റ് മെനുവിൽ ചെല്ലുക. കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+X ഷോർട്ട് കട്ട് യൂസ് ചെയ്യുക. കോപ്പിയാണ് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക? കോപ്പി സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+C നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, സോ ഞാനിവിടെ കട്ട് ചെയ്യുവാണ്. ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മുടെ അടുത്ത ഇമേജ് നമുക്കത് പേസ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ഇമേജ് എടുത്തിട്ടുണ്ട്. ആ ഇമേജിനകത്തേക്ക് ഞാൻ പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പേസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? എഡിറ്റ് മെനുവിൽ വരിക, പേസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത് പേസ്റ്റ് ആയിട്ടുണ്ട്. സോ ഞാനിതിനെ കറക്റ്റായിട്ടൊന്ന് ഇവിടെ പ്ലേസ് ചെയ്യുകയാണ്. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു സൈസൊക്കെ ഏകദേശം കറക്റ്റ് തന്നെയാണ്. സോ നമുക്കിതിനെ കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കാം അല്ലേ? കുറച്ചും കൂടി ലാർജ് സൈസിലാണ് ഇതിരിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്രീ ട്രാൻസ്ഫോം ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്രീ ട്രാൻസ്ഫോം ടൂള് ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? നമ്മുടെ മൂവ് ടൂളിൽ ഷോർട്ട് ട്രാൻസ്ഫോം കൺട്രോൾസ് ഡിക്കോൺ ചെയ്യുമ്പോൾ നമുക്കൊരു ടൂൾ കിട്ടി. അത് തന്നെയാണത്. പർട്ടിക്കുലർ ടൂൾ ആയിട്ട് തന്നെ നമുക്കതിനെ പഠിക്കാം. എഡിറ്റ് മെനുവിൽ വരിക, ഫ്രീ ട്രാൻസ്ഫോം ടൂൾ ഉണ്ട്. അതിന്റെ ഷോർട്ട് കട്ട് Ctrl+T ആണ്. സോ ഫ്രീ ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ നമുക്ക് ഒരു ട്രാൻസ്ഫോം ടൂള് നമ്മുടെ സെലക്ടഡ് ഇമേജിന് ചുറ്റും വരും. ഈ കാണുന്ന പോയിന്റുകളെല്ലാം നമുക്ക് ട്രാൻസ്ഫോം യൂസ് ചെയ്യാൻ പറ്റാവുന്ന പോയിന്റുകളാണ്. ഇപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോം ടൂള് വർക്കാവുന്ന ഇതിന്റെ വിഡ്ത്തും ഹൈറ്റും കൺസ്ട്രെയിൻഡ് ആയിട്ടാണ് വർക്കാവുന്നത്. മീൻസ് നമുക്ക് ഒരു ഏരിയ, അതായത് ഞാൻ ഇതിന്റെ ഹൈറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ അതിനോട് ആപ്റ്റ് ആയിട്ടുള്ള വിഡ്ത്തും ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കാം, മുകളിൽ വിഡ്ത്തും ഹൈറ്റും ലിങ്ക്ഡ് ആണ്. ഓക്കെ, മീൻസ് ഇത് ആസ്പെക്ട് റേഷ്യോ ടിക്ക് ഓൺ ആണ്. ആസ്പെക്ട് റേഷ്യോ ടിക്ക് ഓൺ എനിക്ക് കിട്ടി കഴിഞ്ഞാൽ വിഡ്ത്ത് എന്തോരം ആവുന്നുണ്ടോ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഹൈറ്റ് ഓട്ടോമാറ്റിക്കലി വരും. ഇനി നമുക്ക് ഇതിന്റെ മെയിൻറ്റെയിൻ ആസ്പെക്ട് റേഷ്യോ എന്നുള്ള കമാൻഡ് ഉണ്ട്. ആ കമാൻഡ് ഞാനിവിടെ ആ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി ഞാനിവിടെ ടിക്ക് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക, ഇതിന്റെ വിഡ്ത്തും ഹൈറ്റും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കിയാൽ ഇവിടെ W എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്നത് വിഡ്ത്തിനെയും H എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്നത് എന്തിനെയാണ്? ഹൈറ്റിനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഫിഗറിന്റെ വിഡ്ത്ത് മാത്രം അല്ലെങ്കിൽ ഹൈറ്റ് മാത്രമായിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ മെയിൻറ്റെയിൻ ആസ്പെക്ട് റേഷ്യോ ടിക്ക് ഓഫ് ചെയ്ത ശേഷം ഇതിന്റെ ഹൈറ്റും വിഡ്ത്തും മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യുക. സോ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഫിഗറിന്റെ ഈ പറയുന്ന വിഡ്ത്തും ഹൈറ്റും നമ്മൾ എന്ത് ചെയ്യേണ്ട? സെപ്പറേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഇതൊരു പർട്ടിക്കുലർ ഷേപ്പ് ഉള്ള ഒരു ഫിഗർ ആണ്. സോ നമുക്ക് ഇതിന്റെ വിഡ്ത്ത് ഹൈറ്റ് മാത്രമായിട്ട് എന്ത് ചെയ്യേണ്ട? ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് ഒരിക്കലും വരില്ല. ഇനി നേരെ മറിച്ച് നമുക്ക് വിഡ്ത്തും ഹൈറ്റും സെപ്പറേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ട സിറ്റുവേഷനും ഉണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
ഈ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഈ റെക്ടാങ്കുലർ ഷേപ്പ് ഞാൻ ഇവിടെ കൺട്രോൾ ടി പ്രസ് ചെയ്ത് ട്രാൻസ്ഫോം ടൂളിലേക്ക് കൊണ്ടുവരുന്നു. ദെൻ ഇതിന്റെ ഹൈറ്റ് മാത്രം എനിക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ മെയിൻറ്റെയിൻ ആസ്പെക്ട് റേഷ്യോ ടിക്ക് ഓഫ് ചെയ്തിട്ട് ഇതിന്റെ ഹൈറ്റ് മാത്രം ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള ഫിഗറുകളിലേക്കാണ് വിഡ്ത്ത് ഹൈറ്റ് മാത്രമായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അല്ലാതെ നമ്മൾ ഒരു സർക്കുലർ ഷേപ്പ് അതല്ലെങ്കിൽ നമ്മളൊരു ഇമേജിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന ഒരു പർട്ടിക്കുലർ ഷേപ്പിലുള്ള ഒരു ഫിഗർ അതിൻ്റെ ഒന്നും വിഡ്ത്തും ഹൈറ്റും സെപ്പറേറ്റ് ആയിട്ട് ഒരു കാരണവശാലും നമ്മൾ ചേഞ്ച് ചെയ്യാൻ നിൽക്കരുത്. ബോക്സ് ഷേപ്പ് അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിൻ്റെ വിഡ്ത്ത് ഹൈറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുക. അപ്പം അങ്ങനെ ചേഞ്ച് ചെയ്യണമെങ്കിലുള്ള കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് ഞാൻ ചേഞ്ച് ചെയ്തത് എവിടെ നിന്നാണ്, മുകളിൽ ഓപ്ഷൻ ബാറിൽ ഇതിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ഹൈറ്റ് പ്രോപ്പർട്ടിയിൽ ചെന്നിട്ടാണ് ഞാൻ ചേഞ്ച് ചെയ്തത്. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കീബോർഡിലെ ഒരു ഷിഫ്റ്റ് കീ ഉണ്ട്, ആ ഷിഫ്റ്റ് കീ യൂസ് ചെയ്ത് നമുക്ക് മൗസ് വെച്ചിട്ട് നമ്മൾ ഈ ഡയറക്റ്റ് ട്രാൻസ്ഫോം ടൂളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും സെപ്പറേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിക്കുക. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ തന്നെ മുകളിൽ നോക്കുക, ഇവിടെ എന്തുണ്ട്, ആ ഒരു പർട്ടിക്കുലർ മെയിൻറ്റെയിൻ ആസ്പെക്ട് റേഷ്യോ ടിക്ക് ഓഫ് ആയി. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതുണ്ടോ വിഡ്ത്ത് മാത്രം ഹൈറ്റ് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രൊസീജിയർ വന്നേക്കുന്നത് നമ്മുടെ ഈ ഒരു പുതിയ ലേറ്റസ്റ്റ് വേർഷനിലാണ് ഈ പ്രൊസീജിയർ വന്നേക്കുന്നത്. ഇതിന് മുമ്പുള്ള CS6 പോലുള്ള വേർഷനിലൊക്കെ ഈ ഒരു മെയിൻറ്റെയിൻ ആസ്പെക്ട് റേഷ്യോ ടിക്ക് ഓഫ് ആയിരിക്കും. നമുക്ക് ഡയറക്റ്റ് കീബോർഡിൽ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, ഇതിനകത്ത് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും സെപ്പറേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, കീബോർഡിലെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഏത് പ്രോപ്പർട്ടിയാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ പ്രോപ്പർട്ടിയുടെ പോർഷനിൽ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഇതിപ്പോൾ ഹൈറ്റ് ആണ്, അതുപോലെ തന്നെ വിഡ്ത്ത്. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോം ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് അപ്ലൈ ചെയ്യണ്ടേ. ഇത് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തേക്കുന്ന ട്രാൻസ്ഫോം കമാൻഡ് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കീബോർഡിലെ എൻ്റർ കീ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കൊടുത്തേക്കുന്ന ട്രാൻസ്ഫോം തെറ്റാണ്, നിങ്ങൾക്കത് ആ പർട്ടിക്കുലർ ട്രാൻസ്ഫോം ചെയ്തേക്കുന്ന സ്റ്റെപ്പുകൾ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്കത് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അങ്ങനെ ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കീബോർഡിലെ എസ്കേപ്പ് എന്നുള്ളൊരു ബട്ടൺ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രസ് ചെയ്യാം. സോ ഇങ്ങനെയാണ് ട്രാൻസ്ഫോം കമ്മിറ്റ് ചെയ്യുന്നതും ക്യാൻസൽ ചെയ്യുന്നതും. കമ്മിറ്റ് ചെയ്യാൻ എൻ്ററും ക്യാൻസൽ ചെയ്യാൻ എന്ത് യൂസ് ചെയ്യുക, എസ്കേപ്പ് കീയും യൂസ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ അത് ഓപ്ഷൻ ബാറിലും കിടപ്പുണ്ട്. മുകളിൽ ഓപ്ഷൻ ബാറിൽ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് 2 ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത് കണ്ടോ, അതിനകത്ത് ആദ്യത്തെ കിടക്കുന്നത് ക്യാൻസൽ ആണ്, അതായത് ക്യാൻസൽ ട്രാൻസ്ഫോം മീൻസ് എസ്കേപ്പ് കീ. ദെൻ രണ്ടാമത് കിടക്കുന്ന ഏതാണ്, കമ്മിറ്റ് ട്രാൻസ്ഫോം, അതായത് എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നതും അത് അസൈൻ ചെയ്യുന്നതും അത് ക്യാൻസൽ ചെയ്യുന്നു. ഇപ്പം നമ്മൾ പഠിച്ചത് സ്കെയിൽ ചെയ്യാനാണ് പഠിച്ചത്. ഇനി ട്രാൻസ്ഫോമിനകത്ത് വരുന്ന അടുത്ത കമാൻഡാണ് എന്ത്, റൊട്ടേറ്റ്. ഓക്കെ, എങ്ങനെ നമുക്ക് ഷേപ്പുകളെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം എന്നുള്ളത്. നമ്മൾ റൊട്ടേറ്റ് മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ടി വരും അല്ലേ. സോ റൊട്ടേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മൗസ് പോയിന്റർ കണ്ടോ കുറച്ച് പുറത്തേക്ക് കൊണ്ടുവരിക. അതുണ്ടോ, ഇതുണ്ടോ, ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് റൊട്ടേറ്റ് ഐക്കൺ വന്നേക്കുന്നുണ്ടോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഷേപ്പ് റൊട്ടേറ്റ് ആയി കിട്ടും. സോ റൊട്ടേറ്റ് ചെയ്യുന്ന മൗസ് വെച്ച് ചെയ്യുന്ന സ്റ്റെപ്പ് ഇതാണ്. ദെൻ ഇവിടെ മുകളിൽ ഓപ്ഷൻ ബാർ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ ഡിസൈൻ ഒരു 45 ഡിഗ്രി ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ 45 ഡിഗ്രിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ ഒരു പർട്ടിക്കുലർ ഡിസൈൻ 45 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ആയിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു 45 ഡിഗ്രി വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ടോട്ടൽ വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ഓൾറെഡി ഇതൊരു 45 ഡിഗ്രി റൊട്ടേറ്റ് ആയി ചെയ്താണ് ഇരിക്കുന്നത്, അത് പ്ലസ് 45, ദാറ്റ് മീൻസ് 90 ഡിഗ്രി കൊടുക്കുക. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ റൊട്ടേറ്റ് വാല്യൂ അസൈൻ ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത കമാൻഡിലേക്ക് പോവാം. നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്, ഇപ്പോൾ ഫ്രീ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പഠിച്ചു. ദെൻ അതിനുശേഷം പഠിച്ചത് സ്കെയിൽ പഠിച്ചു, റൊട്ടേറ്റ് പഠിച്ചു അല്ലേ. ഇനി ഈ കമാൻഡുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടും. കൺട്രോൾ ടി പ്രസ് ചെയ്ത് ട്രാൻസ്ഫോം ടൂൾ എടുത്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ കമാൻഡുകൾ അത്രയും ഇവിടെ കിട്ടും. അതിനകത്ത് സ്കെയിലും റൊട്ടേറ്റും നമ്മൾ ഓൾറെഡി പഠിച്ചു. ദെൻ അടുത്ത് പറയുന്നത് ഏതാണ്, താഴത്തേക്ക് വരിക, റൊട്ടേറ്റ് തന്നെ, റൊട്ടേറ്റ് 180 ഡിഗ്രി, then rotate 90 degree clockwise, then rotate 90 degree counter clockwise ആണ് പറയാൻ പോകുന്നത്. ഇതിനകത്ത് വരുന്ന skewer, distort, perspective, warp, ഇത് നമുക്കൊരു ബിഗിനേഴ്സ് സിലബസിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫോം പഠിച്ച് നന്നായിട്ട് തറവായിക്ക് ശേഷമാണ് ബാക്കി അതിനെക്കുറിച്ചുള്ള അഡ്വാൻസ്ഡ് ഓപ്ഷനിലേക്ക് പോകേണ്ടത്. സോ അത് നമ്മൾ അഡ്വാൻസ്ഡ് സിലബസിലാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇതൊരു ബിഗിനർ സിലബസ് ആയതുകൊണ്ട് നമ്മളിത്
ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇനി അടുത്തത് റൊട്ടേറ്റ് 180 ഡിഗ്രി. ഇതൊരു 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനൊരു ചേഞ്ചസ് മനസ്സിലാവില്ല. കാരണം എന്താണ്, ഇതൊരു റെക്ടാങ്കിൾ ഷേപ്പ് ആണ്. ഞാൻ വേറൊരു ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഈ റൊട്ടേറ്റ് 180 ഡിഗ്രി കാണിച്ചു തരാം. ഇവിടെ നോക്കുക, ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൊട്ടേറ്റ് 180 ഡിഗ്രി കൊടുക്കുമ്പോൾ എന്താവും, ഇത് 180 ഡിഗ്രി ആംഗിളിൽ എന്ത് ചെയ്തിട്ട് നമുക്കിത് റൊട്ടേറ്റ് ആയി കിട്ടും. സോ അതാണ് റൊട്ടേറ്റ് 180 ഡിഗ്രി എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് എന്താണ്, റൊട്ടേറ്റ് 90 ഡിഗ്രി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ റൊട്ടേറ്റ് 90 ഡിഗ്രി കൗണ്ടർ ക്ലോക്ക് വൈസ് അല്ലേ. ക്ലോക്ക് വൈസ് തന്നെ കൗണ്ടർ ക്ലോക്ക് വൈസ് നിങ്ങൾക്ക് അറിയാം. ക്ലോക്ക് വൈസ് മീൻസ് നോർമലി നമ്മുടെ ക്ലോക്ക് ഹാൻഡിൽ റൊട്ടേറ്റ് ആവുന്ന ഡയറക്ഷൻ. കൗണ്ടർ ക്ലോക്ക് വൈസ് മീൻസ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഇതിനെ റൊട്ടേറ്റ് 90 ഡിഗ്രി ആണ് കൊടുക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, റൊട്ടേറ്റ് 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ക്ലിക്ക് ചെയ്യുമ്പോൾ 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ആവുന്നുണ്ട്. വീണ്ടും 90 ഡിഗ്രി കൊടുക്കണമെങ്കിൽ വീണ്ടും അത് റൊട്ടേറ്റ് ആയി വരും. വീണ്ടും 90 ഡിഗ്രി കൊടുക്കണമെങ്കിൽ നോർമൽ ഷേപ്പിലേക്ക് വരും അല്ലേ, ഒരു പ്രാവശ്യം കൂടെ കൊടുക്കേണ്ടി വരും. ഇങ്ങനെയാണ് റൊട്ടേറ്റ് 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി റൊട്ടേറ്റ് 90 ഡിഗ്രി കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ നമ്മൾ റൊട്ടേറ്റ് ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരും. അതായത് റൊട്ടേറ്റ് 90 ഡിഗ്രി ക്ലോക്ക് വൈസ് കൗണ്ടർ ക്ലോക്ക് വൈസ് കൊടുക്കുമ്പോൾ കണ്ടോ, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ആവുന്നത് കണ്ടോ. സോ ഇതാണ് റൊട്ടേറ്റ് 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ആൻഡ് റൊട്ടേറ്റ് 90 ഡിഗ്രി കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കമാൻഡ് നോക്കുക, എന്താണ് കിടക്കുന്ന രണ്ട് പ്രോപ്പർട്ടീസ്, ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ ആൻഡ് ഫ്ലിപ്പ് വെർട്ടിക്കൽ എന്ന് പറഞ്ഞ രണ്ട് കമാൻഡുകളാണ്. അതായത് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് എന്താണ്, എക്സ് ഡയറക്ഷനും ഫ്ലിപ്പ് വെർട്ടിക്കൽ എന്ന് പറയുന്നത് എന്താണ്, വൈ ഡയറക്ഷനുമാണ്. നമ്മളൊരു ഷേപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടേ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ എടുക്കുക. ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ എടുക്കുമ്പോൾ എക്സ് ഡയറക്ഷനിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റ് മൈനസ് എക്സ് ഡയറക്ഷനിലേക്ക് ആയി പോകും. അങ്ങനെയാണ് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ യൂസ് ചെയ്യേണ്ടത്. ദെൻ തൊട്ട് താഴെ കിടക്കുന്ന ഏതാണ്, ഫ്ലിപ്പ് വെർട്ടിക്കൽ ആണ് അല്ലേ. ഈ ഫ്ലിപ്പ് വെർട്ടിക്കൽ എന്താണ്, വൈ ഡയറക്ഷനിലാണ് കിടക്കുന്നത്. അത് ഫ്ലിപ്പ് വെർട്ടിക്കൽ കൊടുക്കുമ്പോൾ നേരെ മൈനസ് വൈ ഡയറക്ഷനിലേക്ക് ചേഞ്ച് ആവും. സോ ഇതാണ് ട്രാൻസ്ഫോം കമാൻഡുകൾ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ പഠിച്ച ട്രാൻസ്ഫോം കൺട്രോൾസ് ഏതൊക്കെയാണ്, ഒന്ന് സ്കെയില്, റൊട്ടേറ്റ്, then rotate 180 degree, then rotate 90 degree clockwise, പിന്നെ വരുന്നത് എന്താണ്, rotate 90 degree counter clockwise, പിന്നെ വന്നിട്ട് flip horizontal, then flip vertical. അപ്പോൾ ഇത്രയാണ് നമുക്ക് ട്രാൻസ്ഫോം കൺട്രോളിനെ കുറിച്ചും അതിന്റെ കമാൻഡുകളെ കുറിച്ചും പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കമാൻഡുകൾ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ വർക്കുകളും ചെയ്യേണ്ടതുണ്ട്. അപ്പം നിങ്ങൾ ഈ ട്രാൻസ്ഫോം കമാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പ്രാക്ടിക്കൽ വർക്കും നിങ്ങൾക്ക് ചെയ്യാൻ തരുന്നത്. സോ നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ എക്സസൈസിലേക്ക് പോവാം. ഇതിനകത്ത് 3 പ്രാക്ടിക്കൽ എക്സസൈസ് ആണ് ഞാൻ തന്നേക്കുന്നത്. ഒന്ന് ട്രാൻസ്ഫോം ഉപയോഗിച്ച് സ്കെയിൽ ചെയ്യാൻ, വേറൊന്ന് ട്രാൻസ്ഫോം ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ, വേറൊന്ന് ട്രാൻസ്ഫോം ഉപയോഗിച്ച് ഫ്ലിപ്പ് ചെയ്യാൻ. ഈ 3 എക്സസൈസ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കണം. ഞാനിവിടെ എല്ലാം കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് തന്നെ നമുക്ക് ട്രാൻസ്ഫോം സ്കെയിൽ തന്നെ നോക്കാം. സ്കെയിലിനകത്ത് നമ്മൾ ആദ്യമേ തന്നെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. പിന്നെ സർക്കിളിൻ്റെ ഒരു കോപ്പി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഓൾട്ട് കീ പ്രസ് ചെയ്ത് വേണം കോപ്പി ക്രിയേറ്റ് ചെയ്യാൻ. ഈ ഓൾട്ട് കീ പ്രസ് ചെയ്തൊരു കോപ്പി എടുക്കുക. ദെൻ അതിനെ എന്ത് ചെയ്യുക, ട്രാൻസ്ഫോം ചെയ്ത് ഈ ഒരു ഷേപ്പിനകത്ത് കറക്റ്റ് ഫിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു റെക്ടാങ്കിളും സെയിം തന്നെ ഓൾട്ട് പ്രസ് ചെയ്ത് കോപ്പി എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്ത് ഇതിൽ ഫിറ്റാക്കി വർക്ക് ചെയ്ത് പഠിക്കുക. സോ ഇതാണ് സ്കെയിലിൻ്റെ പ്രാക്ടിക്കൽ എക്സസൈസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് ഫ്ലിപ്പ് നോക്കാം. ഫ്ലിപ്പിന്റെ പ്രാക്ടിക്കൽ എക്സസൈസ് എന്ന് പറയുന്നത് സെയിം തന്നെ, നമ്മൾ ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ ആൻഡ് ഫ്ലിപ്പ് വെർട്ടിക്കൽ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഓൾട്ട് പ്രസ് ചെയ്യുക, ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക, ദെൻ കൺട്രോൾ ടി പ്രസ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ ഉണ്ട്. സോ അങ്ങനെ ഈ ഒരു പ്രാക്ടിക്കൽ എക്സസൈസ് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്ത് പഠിക്കുക. സോ ഇവിടെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള പ്രാക്ടിക്കലും കൂടെ ഉണ്ട്. ഇവിടെ ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഷിഫ്റ്റ് കീ യൂസ് ചെയ്യുക. ദെൻ ഇത് എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു, 45 ഡിഗ്രി, ദെൻ ഇത് 135 ഡിഗ്രി. അത് കറക്റ്റായിട്ടും ചെയ്ത് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ട്രാൻസ്ഫോം ടൂളുകളും ദെൻ അതിൻ്റെ എക്സസൈസും വരുന്നത്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.